ഹായ് ഗൈസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുള്ളത് കെമിക്കൽ റിയാക്ഷൻസ് ആയിരുന്നു. 3 കെമിക്കൽ റിയാക്ഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അഡീഷൻ റിയാക്ഷൻ, പോളിമറൈസേഷൻ. ഇനി ഈ ക്ലാസ്സിൽ നമുക്ക് 2 കെമിക്കൽ റിയാക്ഷൻസും കൂടി പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് തെർമൽ ക്രാക്കിംഗ് അഥവാ താപീയ വിഘടനം. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനെ നമ്മൾ ഹീറ്റ് ചെയ്യാണ്. പക്ഷേ എയറിന്റെ ആബ്സെൻസിലാണ് ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? നമ്മൾ ഹീറ്റ് ചെയ്യുന്ന കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് എന്താ ഹൈ മോളിക്കുലാർ വെയിറ്റ് ഉള്ള കോമ്പൗണ്ട്സ് ആയിരിക്കും. പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ പോലുള്ള. അപ്പോൾ ഈ കോമ്പൗണ്ട്സിനെ ഓക്സിജന്റെ ആബ്സെൻസിൽ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോ മോളിക്കുലാർ വെയിറ്റ് ഉള്ള കോമ്പൗണ്ട്സ് കിട്ടും. സോ നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾസ് ഒക്കെ മെയിൻലി ആൽക്കെയിനും ആയിരിക്കും തരുന്നത്. ഒരു ആൽക്കെയിനും ഒരു ആൽക്കീനും ആണ് തരുന്നത്. ഫോർ എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇവിടെ നമ്മൾ ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. അതിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ കിട്ടുന്നത്? ഒരു ഈഥീനും ഒരു മീതെയിനും കിട്ടുന്നുണ്ട്. ഈ മീതെയിൻ എന്ന് പറഞ്ഞ ഒരു ആൽക്കെയിനും കിട്ടിയിട്ടുണ്ട്, ഈഥീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൽക്കീനും കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ പ്രൊപ്പൈൻ ആയിരുന്നു എടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ബ്യൂട്ടൈൻ ആണ് അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് വണ്ണിൽ പ്രൊപ്പൈൻ ആണ് യൂസ് ചെയ്തത്. 3 കാർബൺസ് ആണ് ഇവിടെ വരുന്നത്. പ്രൊപ്പൈനെ ഹീറ്റ് ചെയ്തപ്പോൾ നമുക്കൊരു മീതെയിനും ഒരു ഈഥീനും കിട്ടി. ഇനി നമ്മൾ ബ്യൂട്ടൈൻ 4 കാർബൺസ് വരുന്ന ബ്യൂട്ടൈൻ ആണ് ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നതിൽ ഒന്ന് അവർ ഓൾറെഡി തന്നിട്ടുണ്ട്, ഡബിൾ ബോണ്ട് വരുന്ന ഡബിൾ ബോണ്ട് വന്ന ഒരു ആൽക്കീൻ ഓൾറെഡി അവർ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കിട്ടാനുള്ളത് ആൽക്കെയിൻ ആയിരിക്കും. സോ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു ഹൈ മോളിക്കുലാർ വെയിറ്റുള്ള കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ വേണമെങ്കിലും ബ്രേക്ക് ചെയ്യാം. അപ്പോൾ അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ ടെമ്പറേച്ചർ, പ്രഷർ, അതുപോലെ ആ ഹൈഡ്രോ കാർബണിൻ്റെ സ്വഭാവം, നാച്ചർ ഓഫ് ഹൈഡ്രോ കാർബൺ, ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അത് എങ്ങനെ വേണമെങ്കിലും ബ്രേക്ക് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു പോസിബിലിറ്റി മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നോർമലി നമ്മൾ പഠിക്കുന്ന എക്സാമ്പിൾസ് ഒക്കെ അതിലൊരു ആൽക്കെയിനും ആൽക്കീനുമാണ് കിട്ടുന്നത്. പക്ഷെ അത് ഏത് ആൽക്കെയിനാണ് ഏത് ആൽക്കീനാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലെയും കാർബൺസിന്റെ എണ്ണം, കാർബൺസിന്റെയും ഹൈഡ്രജൻസിന്റെയും എണ്ണം നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ നമ്മൾ ബ്യൂട്ടൈനിൽ എത്ര കാർബൺസ് ഉണ്ട്? 4 കാർബൺസും 10 ഹൈഡ്രജൻസും വരുന്നുണ്ട്. 3, 4, 5, 6, 7, 8, 9, 10 ഹൈഡ്രജൻസ്. ഇവിടെ ഓൾറെഡി ഓരോരോ ആൽക്കീൻ തന്നിട്ടുണ്ട്. അതിൽ എത്ര കാർബൺസ് ഉണ്ട്? 1, 2, 3. 3 കാർബൺസും എത്ര ഹൈഡ്രജൻസാണ് വരുന്നത്? 3, 4, 5, 6 ഹൈഡ്രജൻസ് വരുന്നുണ്ട്. അപ്പം നമ്മുടെ റിയാക്റ്റൻ സൈഡിൽ നമുക്ക് 10 ഹൈഡ്രജനും 4 കാർബണും ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി പ്രൊഡക്റ്റ് സൈഡിൽ നോക്കുമ്പം ഓൾറെഡി തന്നിട്ടുള്ളതിൽ അവർ 3 കാർബണും 6 ഹൈഡ്രജനും യൂസ് ചെയ്തു. ഇനി നമുക്ക് ഒറ്റ കാർബണും 4 ഹൈഡ്രജനും കൂടി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കാർബണും 4 ഹൈഡ്രജനും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഓർഗാനിക് കോമ്പൗണ്ടാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്? മീതെയിൻ ആണ് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ ഇവിടെ എന്താ വരിക? മീതെയിൻ ആണ്. അപ്പോൾ ബ്യൂട്ടൈനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആൽക്കീനും ഒരു ആൽക്കെയിനും കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ആൽക്കെയിൻ ഏതാ? മീതെയിൻ ആണ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ പെൻറ്റെയിൻ ആണ്. 5 കാർബൺസ് വരുന്ന പെൻറ്റെയിൻ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? എത്ര കാർബൺസ് ഉണ്ടെന്ന് എണ്ണി നോക്കും. കാർബൺസ് 5 ആണ്. ഇനി ഹൈഡ്രജൻ എത്രയുള്ളത്? 3, 5, 7, 9, 12. 12 ഹൈഡ്രജൻസ് ഉണ്ട്. ഇവിടെ ഓൾറെഡി അവർ ഈഥീൻ തന്നിട്ടുണ്ട്. ആൽക്കീൻ ഓൾറെഡി അവർ തന്നു. ഇനി നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് ആൽക്കെയിൻ ആണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി തന്നിട്ടുള്ളതിൽ എത്ര കാർബൺസ് ഉണ്ട്? 2 കാർബൺസ് ഉണ്ട്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 ഹൈഡ്രജൻസ് ഉണ്ട്. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് 5 കാർബണും 12 ഹൈഡ്രജനും ആണ്. അതിൽ ഓൾറെഡി 2 കാർബണും 4 ഹൈഡ്രജനും യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 3 കാർബൺസ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ 8 ഹൈഡ്രജനും യൂസ് ചെയ്യാം. 3 കാർബണും 8 ഹൈഡ്രജനും യൂസ് ചെയ്താൽ ഏത് ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാക്കാൻ പറ്റുക? ഒരു ആൽക്കെയിൻ ആയിരിക്കണേ. അപ്പം എല്ലാം സിംഗിൾ ബോണ്ട് വരും. CH3, CH2, CH3. ഇത് ഏതാ കോമ്പൗണ്ട് വരുന്നത്? പ്രൊപ്പൈൻ ആണ്. 3 കാർബൺസ് വരുന്ന പ്രൊപ്പൈൻ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ റിയാക്ഷനിൽ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്, നമുക്ക് തന്നിട്ടുള്ള റിയാക്റ്റൻ സൈഡിൽ എത്ര കാർബണും എത്ര ഹൈഡ്രജനും ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ എത്ര കാർബണും ഹൈഡ്രജനും ഉള്ളതെന്ന് മൈനസ് ചെയ്യുക. ബാക്കിയുള്ള കാർബണും ഹൈഡ്രജനും വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ഏതാന്ന് നോക്കാം. അപ്പോൾ നോർമലി നമുക്ക് കിട്ടേണ്ടത് ഒരു ആൽക്കീനും ഒരു ആൽക്കെയിനും ആയിരിക്കും. അപ്പോൾ അതാണ് തെർമൽ ക്രാക്കിങ്ങിൽ പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത റിയാക്ഷൻ നോക്കാം. അടുത്ത റിയാക്ഷൻ എന്ന് പറയുന്നത് കമ്പഷൻ ഓഫ് ഹൈഡ്രോ കാർബൺ അഥവാ ജ്വലനമാണ്. നേരത്തെ നമ്മൾ ചെയ്തത് എയറിന്റെ ആബ്സെൻസിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ ചെയ്യുന്നത്
പ്രസൻസിലാണ്, ഓക്സിജന്റെ പ്രസൻസിലാണ് നമ്മളിവിടെ കമ്പഷൻ കത്തിക്കുന്നത്. അങ്ങനെയാവുമ്പോൾ നമുക്ക് എന്തൊക്കെയാ കിട്ടുക? കാർബൺ ഡയോക്സൈഡും കിട്ടും, വാട്ടർ കിട്ടും, ഹീറ്റ് കിട്ടും, പ്ലസ് ലൈറ്റും കിട്ടും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്ര മോൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡും എത്ര മോൾസ് ഓഫ് വാട്ടറും ആണ് ഉണ്ടാവുന്നത് നോക്കണം. അതിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്പർ ബാലൻസ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കിക്കേ, ഇവിടെ എത്ര കാർബൺസ് ആണുള്ളത്? 4 കാർബൺസ് ആണ് ഉള്ളത്. എത്ര ഓക്സിജൻ ആണുള്ളത്? 2 × 2 4 ഓക്സിജൻ ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കിയേ, CO2 എത്ര കാർബൺ ആണുള്ളത്? അല്ല സോറി, ഇവിടെ ഒറ്റ കാർബണേ ഉള്ളൂ, 4 ഹൈഡ്രജൻ ആണ് ഉള്ളത്. 4 ഓക്സിജനും 4 ഹൈഡ്രജനും 1 കാർബണും ആണ് വരുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, CO2 ഉണ്ട്. CO2ൽ എത്ര കാർബൺ ആണുള്ളത്? ഒറ്റ കാർബൺ. അപ്പോൾ 1 കാർബൺ വരുന്ന CO2 ഉണ്ട്. ഇനി H2O നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് 4 ഹൈഡ്രജൻസ് വരുന്നുണ്ട്. ഹൈഡ്രജൻ എത്ര എണ്ണ? 4 എണ്ണം വരുന്നുണ്ട്. വാട്ടർ മോളിക്യൂൾസോ 2 മോളിക്യൂൾസ്. അപ്പോൾ ഒരു വാട്ടർ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ അതിൽ 2 ഹൈഡ്രജൻസ് ഉണ്ടാവും. അപ്പൊ എത്ര ഹൈഡ്രജൻ ആണോ ഉള്ളത് അതിന്റെ പകുതി വാട്ടർ മോളിക്യൂൾസ് ആണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. ഇവിടെ നമുക്ക് 4 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് നമുക്ക് 2 വാട്ടർ മോളിക്യൂൾസ് ആണ് ഉണ്ടാക്കിയത്. അപ്പൊ ഇത് വെച്ചിട്ട്, ഇത് ഓർമ്മയിൽ വെച്ചിട്ട് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, C4H10 ആണ്, അതായത് ബ്യൂട്ടൈൻ ആണ് കോമ്പൗണ്ട്. 4 കാർബൺസ് വരുന്ന ബ്യൂട്ടൈൻ ആണ് കോമ്പൗണ്ട് വരുന്നത്. അതിന്റെ കൂടെ 13 O2 ഉണ്ട്. അപ്പൊ കിട്ടുന്ന ആൻസർ, ഇതിന്റെ എന്തായാലും കമ്പഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക CO2ഉം H2Oയും ഹീറ്റും ലൈറ്റും ആണ്. അപ്പൊ എത്ര മോൾസ് ഓഫ് CO2ഉം എത്ര മോൾസ് ഓഫ് H2O ആണോ ഉള്ളതെന്ന് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? നമ്പേഴ്സിന് നമ്മൾ ബാലൻസ് ചെയ്ത് നോക്കും. ഇവിടെ നോക്കിയേ, 2 × 4 8 കാർബൺസ് ഉണ്ട്. 8 കാർബൺസ് ഉണ്ടെങ്കിൽ എത്ര CO2 ഉണ്ടാക്കാൻ പറ്റും? ഒരു കാർബൺ ഡയോക്സൈഡിൽ ഒറ്റ കാർബണേ വരുന്നുള്ളൂ. അപ്പൊ 8 കാർബൺസ് ഉണ്ടെങ്കിൽ നമുക്ക് 8 CO2 മോളിക്യൂൾസ് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഹൈഡ്രജൻ നോക്കിയേ, 2 × 10 20 ഹൈഡ്രജൻസ് വരുന്നുണ്ട്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു, എത്ര നമ്പർ ഓഫ് ഹൈഡ്രജൻസ് ഉണ്ടോ അതിന്റെ പകുതി വാട്ടർ മോളിക്യൂൾസേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു വാട്ടർ മോളിക്യൂൾസിൽ 2 ഹൈഡ്രജൻ ഉണ്ട്, H2O ആണ്. അപ്പൊ ഇവിടെ 20 ഹൈഡ്രജൻസ് ഉണ്ട്, നമുക്ക് എത്ര വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാക്കാൻ പറ്റും? 10 വാട്ടർ മോളിക്യൂൾസേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ 8 CO2 പ്ലസ് 10 വാട്ടർ മോളിക്യൂൾസ്. ഇനി ഇത് ശരിയാണോ നോക്കണ്ടേ? അതിന് നമ്മൾ ഓക്സിജനും കൂടി ബാലൻസ് ചെയ്ത് നോക്കണം. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ സൈഡിൽ 13 O2 ആണ് ഉള്ളത്. അപ്പൊ 13 × 2 ഈക്വൽ ടു 26 ഓക്സിജൻ ഉണ്ടെന്ന് മനസ്സിലായി. ഇനി നമ്മൾ ആൻസർ സൈഡിൽ നമുക്ക് എന്താ കിട്ടിയത്? 8 CO2ഉം 10 H2O ആണ് കിട്ടിയത്. അപ്പൊ 8 CO2 എന്ന് പറഞ്ഞാൽ 8 × 2 16 ഓക്സിജൻ ഉണ്ട്. ഇവിടെ 10 H2O 10 × ഓക്സിജൻ എത്ര? ഒരെണ്ണേ ഉള്ളൂ, H2O. വാട്ടർ മോളിക്യൂൾ ഒറ്റ ഓക്സിജൻ ആണല്ലോ. അപ്പൊ 10 × 1 10. അപ്പൊ 16 + 10 എത്രയാ? 26 ഓയാള്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മൾ ചെയ്ത് കണ്ടുപിടിച്ചത് ശരിയാണ്. രണ്ടിലും ഓക്സിജന്റെയും കാർബണിന്റെയും ഹൈഡ്രജന്റെയും നമ്പർ എന്താ വരുന്നത്? ഈക്വൽ ആണ് വരുന്നത്. അപ്പൊ C4H10 13 O2 വെച്ചിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2C4H10 13 O2 വെച്ച് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8 CO2ഉം 10 H2O ആണ് കിട്ടുന്നത്. സോ ഈ ക്ലാസ്സിൽ നമ്മൾ തെർമൽ ക്രാക്കിങ്ങും അതുപോലെ കമ്പഷൻ ഓഫ് ഹൈഡ്രോ കാർബണും ആണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിലെ ആദ്യത്തെ 5 റിയാക്ഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആദ്യം നമ്മൾ ആദേശ രാസപ്രവർത്തനങ്ങൾ അഥവാ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പഠിച്ചു. പിന്നെ നമ്മൾ അഡീഷൻ റിയാക്ഷൻ പഠിച്ചു, പോളിമറൈസേഷൻ പഠിച്ചു, തെർമൽ ക്രാക്കിംഗ് പഠിച്ചു. ഇപ്പതാ കമ്പഷൻ ഓഫ് ഹൈഡ്രോ കാർബൺ, ജ്വലനവും പഠിച്ചു. ഈ ചാപ്റ്ററിൽ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.